നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ടാരോ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ അനൗൺസ്മെന്റിൽ മറ്റേ ഗൈഡൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ ഞാൻ പറ്റിയ ഷോർട്സ് ആക്കി ഇടാൻ ശ്രമിക്കാം. ടാരോ ക്ലാസ് 3 months കോഴ്സ് ആയിരിക്കും. ബേസിക് കോഴ്സ് തന്നെ നിങ്ങൾക്ക് കാർഡ്സിനെ കുറിച്ച് ഫുൾ മീനിങ് പഠിക്കാനും ഓരോ കാർഡ് അറ്റ്ലീസ്റ്റ് എടുത്ത് അതിന്റെ മീനിങ് പറയാനും നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട ഗൈഡൻസ് ഓരോ കാർഡ് എടുത്ത് നോക്കി നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഒരു 3 കാർഡ് വരെ നിങ്ങൾക്ക് എടുക്കാനും ലൈക്ക് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്ന രീതിക്കും ഗൈഡൻസ് ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് ഞാൻ പഠിപ്പിച്ചു തരും. അതാണ് ബേസിക് കോഴ്സിൽ ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, യെസ് ആൻഡ് നോ എങ്ങനെ പറയാം, ടൈമിംഗ് എങ്ങനെ പറയാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരുവിധം നിങ്ങൾക്ക് കവർ ചെയ്യും. ഓക്കെ, ഓരോ കാർഡിൻ്റെയും സിഗ്നിഫിക്കൻസും മീനിങ്ങും എന്ന രീതിയിൽ ഈ ഡെക്കല്ല യൂസ് ചെയ്യുക. ബേസിക് ടാരോ ഡെക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ബേസിക് കാർഡ്സ് ലൈക്ക് ഇതാണ് റൈഡർ വെയ്റ്റ് മെയിൻ നമ്മുടെ ടാരോ കാർഡ്സ്. സോ ഇതിൻ്റെ ആയിരിക്കും പഠിപ്പിക്കാം. ഇത് പഠിച്ചാൽ തന്നെ ആക്ച്വലി ബാക്കിയെല്ലാം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ബാക്കിയൊക്കെ ജസ്റ്റ് പിക്ചേഴ്സിൻ്റെ ഡിഫറൻസ് ആണ്. ഓക്കെ, പിക്ചർ നോക്കി നമ്മൾ പറയേണ്ടതാണ്. ബാക്കി ഇതിലാണ് പക്ഷെ മെയിൻ കാര്യങ്ങൾ. ഓക്കെ, സോ ഇത് വെച്ച് നമുക്ക് പഠിക്കാം. ആൻഡ് ഇത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി നോക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രണ്ട്സിനോ വല്ലവർക്കൊക്കെ വേണ്ടി വായിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതാണ് ബേസിക് കോഴ്സിൽ കവേർഡ്. 3 മാസത്തെ ആയിരിക്കും. വാട്സാപ്പ് ഗ്രൂപ്പിലായിരിക്കും, ഓപ്പൺ ഗ്രൂപ്പായിരിക്കും. ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് ഷെയർ ചെയ്യും. നിങ്ങളത് കാണുക, പഠിക്കുക. നിങ്ങളുടെ പേസിൽ നിങ്ങൾക്ക് പഠിക്കാം താല്പര്യം പോലെ. ഓക്കെ, ആൻഡ് നമുക്ക് ഗ്രൂപ്പ് ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് വരുമ്പോൾ ചോദിക്കാം. ഓക്കെ, സോ അങ്ങനെ ആ രീതിക്ക് പോകും. ആൻഡ് ആഫ്റ്റർ 3 months നിങ്ങൾക്ക് താല്പര്യത്തിന് അനുസരിച്ച്, കാരണം ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ആ ഫസ്റ്റ് ബാച്ച് എടുക്കുന്നത്. ഓരോ ബാച്ചും ഐ തിങ്ക് ഞാൻ ബേസിക് തൊട്ട് എൻ്റെ അടുത്ത് പഠിക്കുന്നതായിരിക്കും. എനിക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കാനും എനിക്ക് എളുപ്പമാവും. സോ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സപ്പോസ് പ്രൊഫഷണലായിട്ട് അത് കൊണ്ടുപോകണം താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ചാനലായിട്ടോ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ അത്രത്തോളം താല്പര്യം ഉണ്ടെങ്കിൽ അതിനുശേഷം എനിക്ക് പറ്റുന്ന കുറച്ച് ഡീറ്റെയിൽസ് കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അത് സെപ്പറേറ്റ് കോഴ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ബേസിക് കോഴ്സിൽ ഈ 3 മാസത്തേക്ക് ഇതിൻ്റെ ഫുൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അവനവന് വേണ്ടി വായിക്കാനും പഠിക്കാനും അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ താല്പര്യമുള്ളവർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. February 4th ആണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. 4th എക്സാക്ട് ചിലപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തൊന്നും വരില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഗ്രൂപ്പ് സ്റ്റാർട്ടാക്കും. ബേസിക് ഇൻഫർമേഷനൊക്കെ പറയാൻ തുടങ്ങും. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ് നോക്കാം. ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താ പറയാനുള്ളത് നോക്കാം. ഓക്കെ, അവർ സൈലൻ്റ് ആണെങ്കിൽ, ഓക്കെ അവർ സൈലൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലൈക്ക് അവർ കൂടുതൽ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല, മാറി നിൽക്കുന്നുണ്ടാവാം, ബ്ലോക്ക്ഡ് ആയിരിക്കാം, സെപ്പറേഷൻ ആയിരിക്കാം, എനിക്ക് നോ കോൺടാക്ട് ആവാം. ഏത് സിറ്റുവേഷൻ ആയാലും ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. അവർ തുറന്ന് പറയാത്ത ചില കാര്യങ്ങൾ. ഓക്കെ, അവർ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ഓക്കെ, മജീഷ്യൻ, 9 of Wands, Sun card, 3 of Swords, and okay, Wheel of Fortune, Judgment, 6 of Swords, 6 of Wands, 5 of Pentacles, Hierophant, 3 of Wands, Chariot, okay, High Priestess, 2 of Cups. Wow, beautiful. Okay, നിങ്ങളുടെ പേഴ്സൺ മജീഷ്യൻ കാർഡാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, പേഴ്സൺ ലേശം നിങ്ങൾക്ക് തന്നെ പേഴ്സൻ്റെ സ്വഭാവം മനസ്സിലാവുന്നുണ്ടാവില്ല. ഓക്കെ, ആൾ ചില സമയത്ത് നിങ്ങളുടെ അടുത്ത് വളരെ അടുപ്പം കാണിക്കും. ഓക്കെ, നിങ്ങൾക്ക് തോന്നും ഓ എല്ലാം കിട്ടി എനിക്ക് എന്ന രീതിക്ക് തോന്നും. പക്ഷെ അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് അവർ എന്താ പറയുക, നിങ്ങൾക്ക് തോന്നും ഇതേ ആളാണോ ഇത്ര ദിവസം ഉണ്ടായിരുന്നത് എന്നും തോന്നാം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്ന പോലെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമില്ല പേഴ്സൻ്റെ മേലെ. നിങ്ങൾക്ക് തോന്നുന്നിട്ട് ഇത് ശരിക്കും ഇവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ, ഓക്കെ ഇവർക്കും താല്പര്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടാവാം. ഓക്കെ, ഇവിടെ പേഴ്സൺ ആക്ച്വലി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് വേണം നിങ്ങൾ അവരുടെ ലൈഫിൽ. ഓക്കെ, ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, അവർക്ക് വേണം, നിങ്ങൾ ആഗ്രഹമുണ്ട് അവർക്ക്. ആൻഡ് ജഡ്ജ്മെൻ്റ് ഉണ്ട് ഇവിടെ. സോ നിങ്ങളോട് ന്യായം ചെയ്യണം എന്ന രീതിക്ക് തന്നെയാണ്. ആൻഡ് അവർ വിശ്വസിക്കുന്നുണ്ട് ദറ്റ് എവിടെയോ യൂണിവേഴ്സായിട്ട് നിങ്ങളെ ഒന്നിപ്പിച്ചാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അവർക്കും അങ്ങനെ തന്നെയാണ്. ബട്ട് അവർ എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ബൗണ്ടറി വെക്കൽ സ്വഭാവമുണ്ട്. 9 of Wands ആണ്. ഒരു അകൽച്ച, ചെറുതായിട്ടൊരു അകൽച്ച അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. അത് മേ ബി കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ, മാരീഡ് സിറ്റുവേഷൻ കാണുന്നുണ്ട്, ഡൗട്ട് ഉണ്ട് എനിക്ക്. ഓക്കെ, ചിലവർക്ക് ഇപ്പോൾ മാരേജ് കഴിഞ്ഞായിരിക്കാം, ചിലവർക്ക് ഓൾറെഡി മാരീഡ് ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ മാരേജ് ഫിക്സ് ആയി അങ്ങനെ എടുത്തോളൂ. റിലീജിയൻ വേറെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ, അങ്ങനെയും പറയാം.
ഓക്കെ, സോ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ലോസ് നടക്കുന്നുണ്ടാവാം. ഓക്കെ, 5 പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. സോ മേ ബി ഫൈനാൻഷ്യൽ ലോസിൻ്റെ കാര്യങ്ങളായിരിക്കാം അവർക്ക്. ഓക്കെ, സക്സസിൻ്റെ കാര്യമാണ് കാണുന്നത് ഇവിടെ. ഓക്കെ, സോ മേ ബി എവിടെയോ അവർക്ക് ആ ഒരു സക്സസ് കിട്ടിയിട്ടില്ല എന്ന് പറയാം. ഓക്കെ, എവിടെ അവർക്ക് ചില ലോസസ് വന്ന് കാണാം. അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളായിരിക്കാം. ഓക്കെ, ഇവിടെ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് അകൽച്ചയുണ്ട്. അവർ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ അവർക്ക് വേണം അവരുടെ ലൈഫിൽ എന്ന് തന്നെയാണ്. നിങ്ങളെ അവർ കാണുന്നത് ഒരു നിങ്ങൾ അവരുടെ കൂടെ ഉള്ളപ്പോൾ അവർക്ക് വളരെ ഹാപ്പിയാണ്, ഒരു സന്തോഷമാണ്. ഓക്കെ, അവർക്ക് നന്നായിട്ട് അറിയാം ദറ്റ് ശരിക്കും നിങ്ങൾ അവരെ കൂടെ ഉള്ളതാണ്, അവരുടെ ലക്ക് എന്ന് തന്നെ അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അവർക്ക് എവിടെയോ ലൈക്ക് ഫീൽ ചെയ്യാറുണ്ട് നിങ്ങൾ അവരെ കൂടെ ഉള്ളപ്പോൾ ഒരു ലക്കാണ് അവർക്ക് എന്ന് അവർക്ക് തോന്നാറുണ്ട്. ഓക്കെ, സക്സസ് അവർക്ക് വരുന്നു മീൻസ് നിങ്ങൾ കൂടെ നിൽക്കുമ്പോൾ എപ്പോഴും അവർക്ക് ഒരു സക്സസ് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ, ആ ഒരു അവർക്ക് അറിയാം നന്നായിട്ട് ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താണ് കണക്ഷൻ എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അവർക്ക് നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ 2 of Cups ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവർക്ക് ആക്ച്വലി നിങ്ങളോട് വളരെയധികം അട്രാക്ഷനാണ്. എനിക്ക് അട്രാക്ഷൻ ഉണ്ട്. നിങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു മജീഷ്യനായിട്ട് നിങ്ങളെ തോന്നുന്നുണ്ടാവും. അതായത് നിങ്ങൾ വളരെ മിസ്റ്റീരിയസ് പേഴ്സൺ ആണ്. ഓക്കെ, നിങ്ങളെ ഒരു പിടി കിട്ടുന്നില്ല എന്നവർക്ക് തോന്നാം. ഓക്കെ, നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആണ് എന്നവർക്ക് തോന്നാം. അവർ മീൻസ് അവർ മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കും എന്ന രീതിക്ക് അവർക്ക് തോന്നും. നിങ്ങളെ കാണാൻ വളരെ അട്രാക്റ്റീവ് ആയിരിക്കാം ചിലപ്പോൾ. അങ്ങനെ മീൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല, കേട്ടോ അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങളെ ശരിക്കും ഒരു ഇൻറ്റ്യൂട്ടീവ് പേഴ്സൺ ആയിട്ടും കുറെ കൂടി സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ, അങ്ങനെയും കാണുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയോ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ മിസ്റ്ററി ഉണ്ട് എന്ന് അവർ ചിന്തിക്കുന്ന പോലെയാണ്. ഓക്കെ, അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. മീൻസ് അവർക്ക് തോന്നുന്നത് അങ്ങനെയാണ്. സോ എനിവേ നിങ്ങളുടെ കൂടെ അവർ വളരെ ഹാപ്പി തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അവരിടയ്ക്ക് അകൽച്ച വെക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ചില റെസ്ട്രിക്ഷൻസ് അവരുടെ ലൈഫിൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു മാരീഡ് സിറ്റുവേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ, എന്തെങ്കിലും ഫൈനാൻഷ്യൽ ലോസസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ അങ്ങനത്തെ എന്താ പറയുക റൊമാൻറ്റിക് ആയിട്ട് അങ്ങനെയൊന്നും ഇപ്പോൾ തൽക്കാലം ഒരു താല്പര്യം ഇല്ലാത്ത പോലെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അവർക്കൊരു സക്സസിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്ന പോലെയുണ്ട്. ചിലപ്പോൾ അങ്ങനെയാവാം. അവരുടെ ലൈഫിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വേണം അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ പീസായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച ഉണ്ടെങ്കിലും അവർക്ക് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്ന് തന്നെയാണ്. 6 of Swords ആണ്. സോ അവർ വളരെ പീസ്ഫുൾ ആയിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ അത് സോൾവ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യം കാണുന്നുണ്ട്. ചിലവർക്ക് ഇവിടെ തേർഡ് പാർട്ടി, ഞാൻ ഓൾറെഡി പറഞ്ഞു മാരീഡ് ആവാം, അല്ലെങ്കിൽ വേറെ പേഴ്സൺ ആരെങ്കിലും ലൈഫിൽ ഉണ്ടാവാം, അങ്ങനെയും പറയാം. ആൻഡ് ഇവിടെ നമ്മൾ ഹൈ പ്രീസ്റ്റസും നമുക്ക് തേർഡ് പാർട്ടി കാർഡായിട്ട് എടുക്കാം. ഓക്കെ, സോ തേർഡ് പാർട്ടി എനർജി ഇവിടെ ഉണ്ട് കുറച്ച്. ഓക്കെ, മേ ബി അവരുടെ ലൈഫിൽ അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം. ഓക്കെ, ഹൈറോഫൻ്റ് മേ ബി മാരേജ് ഫിക്സ് ആയി എന്ന് പറയാൻ, ചിലപ്പോൾ റിലീജിയൻ നിങ്ങൾ തമ്മിൽ വേറെ വേറെ ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ് അവർ ലേശം ഒന്ന് അകന്ന് നിൽക്കുന്നത്. എന്നാലും നിങ്ങളെ വിട്ട് കളയാനും അവർ റെഡിയൊന്നുമല്ല. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടാൻ അവർക്ക് സാധിക്കില്ല. കാരണം നിങ്ങളാണ് അവരുടെ ലൈഫിൻ്റെ ഇത് നോക്കുന്നത് ഏറ്റവും സെൻട്രലാണ് വന്നിരിക്കുന്നത്. സെൻട്രൽ സൺ ആൻഡ് സക്സസ് ആണ് വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണ് അവർക്ക് സക്സസും സന്തോഷവും എല്ലാം ഓക്കെ എല്ലാം ഉണ്ട്. ബട്ട് അവർക്ക് മേ ബി സാഹചര്യം കൊണ്ട് ഓക്കെ അവർ ഹാർട്ട് ബ്രേക്ക് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി എനർജി ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, അവർ ഒന്ന് അകന്ന് നിൽക്കുന്നതിൻ്റെ റീസൺ അതായിരിക്കാം. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. ഓക്കെ, വേദനിപ്പിച്ചതിൻ്റെ റിഗ്രറ്റ് ഉണ്ട് എന്ന് പറയാം. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ നമ്മൾ സമയത്തിൻ്റെ ഒരു മാറ്റം, ചേഞ്ച് എന്ന രീതിക്കാണ് പറയാം. അവരാഗ്രഹിക്കുന്നത് ഒരു സമയത്തിൻ്റെ ഒരു മാറ്റം എന്ന് വെച്ചാൽ സമയം മാറി വന്ന് നിങ്ങൾ തമ്മിലെല്ലാം ഓക്കെ ആവണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കാണാൻ വരാൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളെ മീറ്റ് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്ലാനിങ് ഉണ്ട് അവർ മനസ്സിൽ. ഐ തിങ്ക് ഇന്നലെയും ഞാൻ പറഞ്ഞു പോകുന്നു പ്ലാനിങ് ഉണ്ട്, പക്ഷേ ആക്ഷനാണ് ഇല്ലാത്തത് അല്ലേ. 2 of Cups ആണ് ഇവിടെ. 2 of Cups പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ അത്രയും സോൾമേറ്റ് കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട് ഡീപ്പായിട്ട്. ഓക്കെ, അവർ നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നു നോക്കാം. അവർ നിങ്ങളോട് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ തേർഡ് പാർട്ടിയുടെ കാര്യമൊക്കെ മേ ബി എന്തെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ അവർക്ക് അതൊരു പേടിയുണ്ട്, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫേസ് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് സാധിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഈ ഇടയ്ക്കൊരു ഒരു ബൗണ്ടറി വെക്കുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ ചിലപ്പോൾ സാധിക്കുന്നില്ല, നിങ്ങളെ ഫേസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റാഞ്ഞിട്ടായിരിക്കാം. ഓക്കെ, അവർക്ക് ആ ഒരു മനസ്സിലൊരു കുറ്റബോധം ഉണ്ട് അവർക്ക്. നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, അതും പറയാം. 9 of Swords, 9 of Pentacles, 10 of Swords. Oh my God, seriously, my God, 4 of Swords. ഒരുപാട് ഇമോഷണൽ വേദനയിൽ കൂടെ കടന്നു പോകുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അത് ഒന്നുമില്ലെങ്കിൽ നിങ്ങളോട് തെറ്റ് ചെയ്തതിനെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ കാര്യങ്ങളായിരിക്കാം. പെൻറ്റക്കിൾസ് ഉണ്ട് ഇവിടെ. സോ മേ ബി കുറച്ച് പേർക്ക് മണി ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്ട്രെസ്സിലാണ്. ഓക്കെ, 9 of Swords, 10 of Swords, 4 of Swords എല്ലാം ലൈക്ക് സോർഡ്സ് എനർജി. 3 of Swords ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. 3, 4 ആയി, 9 ആയി.
വാവ് 9 10 9 അത്രയും അവർ ഐ തിങ്ക് അവരെ ബേർഡൻ അവരെ മേലെ ഒരു ലൈക്ക് വേദന, അവർ സ്ട്രെസ്സ്, മെൻ്റൽ ടെൻഷൻ, മെൻ്റൽ തോട്ട്സ്, അവരുടെ എന്താ പറയുക ചിന്തകൾ ഒരുപാട് അവർ അവനവനെ ലൈക്ക് വല്ലാതെ ഒരു ടെൻഷനിലാണ് ഇരിക്കുന്നത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഉറക്കം പോലും ഇല്ലാതെ രാത്രി പോലും ടെൻഷൻ അടിക്കുക. ഓക്കെ, അവർ എന്തൊക്കെയോ അവർ വിചാരിച്ച പോലെ നടന്നിട്ടില്ല പല കാര്യങ്ങളും, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ ബാക്ക് സ്റ്റാബിങ് കിട്ടിയിട്ടുണ്ട്, അവർക്ക് ചില ചതിവ് പറ്റിയിട്ടുണ്ടാവാം, അങ്ങനെയാവാം. ഈ 3 of Swords ചിലപ്പോൾ അവർക്കായിരിക്കാം, അവർക്ക് എന്തെങ്കിലും വേദന കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ അടുത്ത് നിന്നായിരിക്കില്ല, മേ ബി തേർഡ് പാർട്ടിയിൽ നിന്നായിരിക്കാം. തേർഡ് പാർട്ടിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷനിലോ അവർ ഒരുപാട് ബേർഡൻ മീൻസ് വേദനകൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ പല കാര്യങ്ങളും. ഐ തിങ്ക് അവർ ഫൈനാൻഷ്യലും ആവാം. ഓക്കെ, ഇവിടെ സിറ്റുവേഷൻസ് ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കുമല്ലോ. നല്ല സ്ട്രെസ്സിലാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഐ തിങ്ക് അവരിപ്പോൾ ആഗ്രഹിക്കുന്ന സത്യം പറഞ്ഞാൽ നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. എനിക്ക് അതാണ് തോന്നിയത്. എനിക്ക് പെട്ടെന്ന് എനിക്ക് സൺ ഇതിൻ്റെ മേലെ കണ്ടപ്പോൾ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അങ്ങനെ എടുക്കാം. പേഴ്സൻ്റെ മനസ്സിൽ ഇൻറ്റൻഷൻ എന്താണ്? ഓക്കെ, 6 of Pentacles and 9 of Cups. യെസ്, അഗെയിൻ 9 കണ്ടു. 3 9 വന്നു കഴിഞ്ഞു. ഇവിടെ 3 9 വന്നിട്ടുണ്ട്. സോ നിങ്ങൾ തമ്മിൽ ഒന്നിക്കണം എന്നുള്ള ടെൻഷൻ അതും ഉണ്ട് അവർക്ക്. ഓക്കെ, നിങ്ങളെ വേണം ലൈഫിൽ, നിങ്ങളുമായിട്ട് ഫാമിലി പോലെ വേണം, നിങ്ങളോട് സന്തോഷമായിട്ടിരിക്കണം, എല്ലാം അവർക്ക് ആഗ്രഹമുണ്ട്. സോ അതിൻ്റെ ഒരു ടെൻഷനാണ് അവർക്ക്. ഓക്കെ, അതും ഉണ്ട് അവർക്ക്. അതായത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ തരാൻ പറ്റുന്നില്ല എന്നുള്ള ടെൻഷനായിരിക്കും. എനിക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വീണ്ടും വന്നിട്ടുണ്ട്. ലവേഴ്സ് എനർജിയാണ്. സോ തേർഡ് പാർട്ടി എൻഡാണ് ഇവിടെ എനിക്ക് തോന്നുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ചെയ്യുന്ന പോലെ. ആൻഡ് 3 of Cups സെലിബ്രേഷൻ്റെ കാർഡാണ്. ഓക്കെ, നിങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു സന്തോഷം സെലിബ്രേഷനൊക്കെ ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് എൻഡ് ചെയ്യാൻ അവർ ഓൾറെഡി എൻഡ് ആയിട്ടുണ്ടാവും. ഞാനത് 3 of Swords നേരത്തെ പറഞ്ഞു. മേ ബി തേർഡ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അവർക്ക് എന്തെങ്കിലും വേദന കിട്ടിക്കാണാം. എല്ലാവർക്കും അല്ല കേട്ടോ, ഇത് ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആയിരിക്കും. ചിലവർക്ക് ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ടെൻഷൻസ്, ചിലവർക്ക് ഫൈനാൻഷ്യൽ എന്തെങ്കിലും കാര്യങ്ങൾ, ചിലവർക്ക് തേർഡ് പാർട്ടിയുടെ എന്തെങ്കിലും ഇഷ്യൂസ്. ഓക്കെ, ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. തേർഡ് പാർട്ടി കാരണം അനുഭവിക്കുന്ന ടെൻഷൻ ആയിരിക്കാം. ഓക്കെ, സോ അതിൽ നിന്ന് അവർ എല്ലാം എൻഡ് ചെയ്ത്, തേർഡ് പാർട്ടി എൻഡ് ചെയ്ത്, സിറ്റുവേഷൻ എൻഡ് ചെയ്ത് നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. 6 of Swords ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ നിങ്ങളുമായിട്ട് മുന്നോട്ട് പീസ്ഫുൾ ആയിട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്നൊരു ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് ജസ്റ്റ് എടുക്കാൻ പോവാണെന്ന്. ഓക്കെ, ഫുൾ കാർഡ് ലാസ്റ്റ് പ്ലീസ്. ഓക്കെ, വാവ്, awesome, വെരി ഗ്രേറ്റ്. യെസ്, അവരുടെ ലൈഫിൽ ചില എൻഡിങ്സ് നടക്കുന്നുണ്ട്. അത് എൻഡിങ് എന്ത് കാര്യത്തിൻ്റെയോ ആവാം. ഞാൻ കിങ് ഓഫ് കപ്സ്, വെരി ഗുഡ്. ഓക്കെ, അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ എൻഡായി പോകുന്നുണ്ട്. അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്ന കൂടുതലും. ഓക്കെ, അല്ലെങ്കിൽ ഫാമിലി അങ്ങനെ ആരെങ്കിലും തടസ്സമുണ്ട്, വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ എൻഡ് ചെയ്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഫുൾ കാർഡാണ്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ആണ് ആഗ്രഹിക്കുന്നത്. ഒരു ശരിക്കും റിസ്ക് എടുത്തിട്ടായാലും. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്താവും മുന്നോട്ടെന്ന് അവർക്കും അറിയില്ല, ബട്ട് അവർക്ക് വേണം, നിങ്ങൾ ഒന്നിച്ച് വേണം, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം. ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. അത്രയും സ്നേഹം അവർക്ക് ഉണ്ട് നിങ്ങളോട് എന്നുള്ളത് തന്നെയാണ്. നിങ്ങളോട് ആ ഫീലിങ്സ് പറയാനും എക്സ്പ്രസ് ചെയ്യാനും നിങ്ങളുമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും 3 of Pentacles പറഞ്ഞാൽ നമ്മൾ ഒത്തുചേർന്ന് കാര്യങ്ങൾ ചെയ്യുക എന്ന രീതിക്കാണ് പറയാം. സോ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് വർക്ക് ചെയ്ത് ലൈക്ക് ഒരു സിറ്റുവേഷനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നിച്ച് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ്ങോടെ, അതിനെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അത് തന്നെയാണ് ഇവിടെയും ഫീൽ ചെയ്ത്. നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും, ഇല്ല എന്നല്ല, ബട്ട് എന്നാലും അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരെ ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, അവരെ സ്നേഹമുണ്ട് അവരുള്ളിൽ. ഓക്കെ, തേർഡ് പാർട്ടിയിൽ ചിലപ്പോൾ പോയി പെട്ടതായിരിക്കാം. ഓൾറെഡി മാരീഡ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അതൊന്നും പിന്നെ നിർത്തിയില്ല. ഓക്കെ, അല്ല വേറെ തേർഡ് പാർട്ടി ഇടയിൽ വന്നതാണെങ്കിലും ശരി, വേറെ എന്തെങ്കിലും ഫാമിലിയുടെ വാക്ക് കേട്ടിട്ടായാലും ശരി, എന്ത് തന്നെയായാലും ഓക്കെ, അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളൊന്ന് അവരെ മനസ്സിലാക്കണം എന്നാണ്. കാരണം അവർ ഒരുപാട് ബേർഡനിൽ കൂടി കടന്നു പോകുന്നുണ്ട്, ഒരുപാട് ടെൻഷനിൽ കൂടി അവർ കടന്നു പോകുന്നുണ്ട്. നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ, അത് അവർക്ക് ഉറപ്പാണ്. കിങ് ഓഫ് കപ്സ് ഉണ്ടായിരുന്നു ഇവിടെ. എല്ലാം വിട്ടിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. എനിക്ക് എല്ലാം മാറ്റിവെച്ച് എല്ലാം ഓവർകം ചെയ്ത് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു അറ്റാച്ച്മെൻറ്റ്. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് സ്നേഹം ഷെയർ ചെയ്യണം എന്ന രീതിയിലാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ പേഴ്സൺ പറയാൻ ഉദ്ദേശിക്കുന്നത് ഐ തിങ്ക് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിഗ്രറ്റ് അവർക്കുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ഇത് ഫെയ്ഡൊക്കെ കൂടെ എടുത്തേക്കാം. ഓരോ മെസ്സേജ് ആയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നോക്കട്ടെ. ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ ഫാമിലി വിത്ത് യു. ഐ മെന്റ് വാട്ട് ഐ സെഡ്. കൺഫേം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് വി ഷുഡ് സീ അതർ പീപ്പിൾ. ഇടയിൽ എന്തോ പറ്റിയിട്ടുണ്ട്, അതാണ്. ഐ കുഡ് ബി യുവർ ഹീറോ ബേബി. ലൈറ്റ് സൺ അല്ലേ, സൺ കാർഡ്. ഐ ആം ടെറിഫൈഡ്.
നയൻ ഓഫ് വോൺസ്, നയൻ ഓഫ് സോഡ്സ്. ഐ എം വെരി ജെലസ് പേഴ്സൺ. ഐ എം ടു അഫ്രൈഡ് ടു ടോക്ക്. ഞാൻ പറഞ്ഞില്ലേ, തന്നെയാണ് പ്രശ്നം. ലിസൺ ടു യുവർ ഹാർട്ട്. ഐ ആം അഡിക്റ്റഡ് ടു യു. യു മേക്ക് മൈ ഹാർട്ട് ഫുൾ. ആൻഡ് ഏസ് ഓഫ് പെന്റിക്കിൾസ്. വാവ്. ഓക്കെ, വളരെ ലൈക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇടയിൽ മേ ബി തേർഡ് പാർട്ടി ഇടയിൽ വന്നിട്ടുണ്ടാവും. അവർ അപ്പോൾ വേറെ ആരെങ്കിലും ആയിട്ട് ചെറിയ റിലേഷൻഷിപ്പിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒന്ന് ഫ്ലർട്ട് ചെയ്യുക, എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങളോട് തെറ്റ് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിഗ്രറ്റ് ആണ് ഇപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അവർക്ക് വളരെയധികം നിങ്ങളെ ഫേസ് ചെയ്യാൻ പേടിയാണ്. നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നുള്ള പേടിയാണ് അവർക്ക്. അതാണ് ഞാൻ സ്ട്രെസ്സിൻ്റെ കാര്യം പറഞ്ഞത്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് തേർഡ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ അവർക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടി കാണും. ഓക്കെ, ഒരു ചീറ്റിങ്ങോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അവർക്ക് മനസ്സിലായി കാണും തേർഡ് പാർട്ടിയുടെ ഒരു എന്ത് വേണമെങ്കിലും ആവാം അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ബട്ട് അവർ ഐ ആം ടെറിഫൈഡ് എന്നാണ് പറയുന്നത്. നിങ്ങളെ ഫേസ് ചെയ്യാൻ പേടിയാണ് അവർക്ക്. ഐ എം ടു അഫ്രൈഡ് ടു ടോക്ക്. അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ തന്നെ പേടിയാണ്. കാരണം നിങ്ങൾ അതെങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള പേടിയുണ്ട്. അവരെ സത്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് പറയണം എന്നുണ്ടാവും. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലേ, മാപ്പ് കൊടുക്കുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. ഐ എം എ വെരി ജെലസ് പേഴ്സൺ. അവർക്ക് പക്ഷേ നിങ്ങൾ വേറെ ആരുടെയും പോകുന്നതും ഇഷ്ടമല്ല. ഓക്കെ, അവർ തേർഡ് പാർട്ടിയിലേക്ക് പോയി അങ്ങനെയൊക്കെ ചെയ്തു, എല്ലാം ഇടവിടൊക്കെ കാണിച്ചു. പക്ഷെ നിങ്ങൾ വേറെ ആരുടെങ്കിലും പോവോ എന്നവർക്ക് പേടിയുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് നല്ല ജലസി ഉണ്ട്. നിങ്ങൾ ആരുടെയും കൂടെ ആണെങ്കിൽ തന്നെ അവർക്ക് നല്ല ജലസി ഉണ്ട് ഇവിടെ. ലിസൺ ടു യുവർ ഹാർട്ട്. ഓക്കെ, അത് പറയാം. ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ ഫാമിലി വിത്ത് യു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അവർക്ക് നിങ്ങളുമായിട്ട് ഫാമിലി പോലെ വേണം. മാരേജ് ആണ് ആഗ്രഹിക്കുന്നത്. ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ മാരേജ് ആണ് ആഗ്രഹിക്കുന്നത്, കമ്മിറ്റ്മെന്റ് ആണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഐ മെന്റ് വാട്ട് ഐ സെഡ്. ഇതിനെ ഒന്ന് കൺഫേം ചെയ്തായിട്ട് നിങ്ങൾ എടുക്കാം. ഓക്കെ, അവർക്ക് യെസ്, അവർ പറഞ്ഞത് അവർ മീൻ ചെയ്യുന്നുണ്ട്. അവർക്ക് ശരിക്കും അത് വേണം എന്നാണ്, ഉറപ്പിക്കുകയാണ്. ഐ തിങ്ക് വി ഷുഡ് സി. ഓക്കെ, ഐ കുഡ് ബി യുവർ ഹീറോ. അവർക്ക് സക്സസ് വേണം. അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് നിങ്ങളുടെ അടുത്ത് സക്സസ് വേണം. നിങ്ങൾ വേറെ ആരുടെ അടുത്തേക്ക് പോകുന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടിക്കൊണ്ട് വരും. ഓക്കെ, ആൻഡ് ഇവിടെ സണ്ണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 ഓഫ് സോഡ്സും 6 ഓഫ് വോൺസും ഇതും എന്താ പറയുക, സണ്ണിൻ്റെ കാർഡും. ഓക്കെ, അവർക്ക് നിങ്ങൾ ശരിക്കും നിങ്ങളാണ് അവരെ സന്തോഷം. ഓക്കെ, അവർക്ക് നിങ്ങളെ വേണം, നിങ്ങളെ ജയിക്കണം എന്ന രീതിക്കാണ്. അവർക്ക് നിങ്ങളെ വിട്ട് കളയാനോ നിങ്ങളുടെ മുമ്പിൽ തോൽക്കാനോ അവർക്ക് പറ്റില്ല. അതുമൊക്കെ ഉണ്ട്. ഓക്കെ, എനിവേ 10 യു മേക്ക് മൈ ഹാർട്ട് ഫുൾ എന്ന് പറയുന്നുണ്ട്. 10 ഓഫ് കപ്സ് ആയിട്ട് എടുക്കാം. നിങ്ങൾ അവരെ ഫാമിലി പോലെ വളരെ ഹാപ്പി ആയിട്ട് അവരോട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം അഡിക്റ്റഡ് ടു എന്ന് പറയുന്നത് ശരിക്കും അവർക്ക് നിങ്ങളോട് അഡിക്ഷൻ തന്നെയാണ്. ഓക്കെ, അവർക്ക് നിങ്ങളെ വിട്ട് കളയാനൊന്നും അവർക്ക് സാധിക്കില്ല. ഓക്കെ, ബട്ട് എന്നാലും അവർ കാണിക്കില്ല, പുറത്ത് കാണിക്കില്ല, പറയില്ല. അതാണ് അവരുടെ പ്രശ്നം. പക്ഷെ അത് പറയാനുള്ള പേടിയാണ് നിങ്ങളോട്. ഓക്കെ, നിങ്ങളോട് അവർ മനസ്സ് ഓപ്പനാക്കി പറയാനും ഹാർട്ട് ഓപ്പനാക്കി പറയാനൊക്കെ അവർക്ക് പേടിയാണ് എപ്പോഴും. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുന്നത്. എന്താ ചെയ്യാം അല്ലേ? ഓക്കെ, എനിവേ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് എൻഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇവർക്ക് പേഴ്സൺ എന്തെങ്കിലും ന്യായം കിട്ടും എന്ന് പറയാം. ഓക്കെ, കർമ്മ കിട്ടുമായിരിക്കും. എനിവേ നമ്മളത് നോക്കണ്ട. എന്തായാലും പേഴ്സണിനെ അതൊക്കെ വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എന്നെ തിരിച്ച് വരണം എന്നാണ്, നിങ്ങളുമായിട്ട് സക്സസ് വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.